എഡ്വിൻ 11 മണിക്കൂറിൽ ഒരു യാത്ര പൂർത്തിയാക്കുന്നു. തൻ്റെ യാത്രയുടെ ആദ്യ പകുതി 20 km/h, രണ്ടാം പകുതി 24 km/h ആണ് യാത്ര ചെയ്തത്. എങ്കിൽ എഡ്വിൻ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിൽ കണ്ടെത്തുക. ഓപ്ഷൻ എ 200, ഓപ്ഷൻ ബി 220, ഓപ്ഷൻ സി 260, ഓപ്ഷൻ ഡി 240. അപ്പം ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇത്രയാണ്. എഡ്വിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അയാൾ ഒരു യാത്ര ചെയ്യാൻ, അത് എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടില്ല, ഒരു യാത്ര അയാളത് കംപ്ലീറ്റ് ചെയ്യാൻ 11 മണിക്കൂർ എടുത്തു. അടുത്താണ് പറഞ്ഞിട്ടുള്ളത് തൻ്റെ യാത്രയുടെ ആദ്യ പകുതി. അപ്പോൾ ആ യാത്രയുടെ ആദ്യ പകുതി അയാൾ പോയ വേഗത എന്ന് പറയുന്നത് 20 km/h ആണ്. അതായത് മണിക്കൂറിൽ 20 km വേഗതയിൽ അയാൾ ആദ്യത്തെ പകുതി പോകുന്നു. രണ്ടാം പകുതി അയാൾ എത്രയാണ്? 24 km/h വേഗത്തിലാണ്. അതായത് മണിക്കൂറിൽ 24 km/h വേഗത്തിൽ അയാൾ രണ്ടാമത്തെ പകുതി യാത്ര ചെയ്യുന്നു. എങ്കിൽ എഡ്വിൻ സഞ്ചരിച്ച ദൂരമാണ് കണ്ടുപിടിക്കുന്നത്. എത്ര കിലോമീറ്റർ ദൂരം അയാൾ സഞ്ചരിച്ചു എന്നുള്ളത്. റൈറ്റ്. ഇപ്പോൾ തന്നിട്ടുള്ള വാല്യൂസ് നമുക്ക് എഴുതാം. ആദ്യം നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ടൈം തന്നിട്ടുണ്ടല്ലേ. ടൈം എന്ന് പറയുന്നത് 11 മണിക്കൂറാണ്. 11 മണിക്കൂർ തന്നിട്ടുണ്ട്. റൈറ്റ്. അടുത്തെന്താണ് തന്നിട്ടുള്ളത്? അയാൾ ഫസ്റ്റ് ഹാഫ് പോയ സ്പീഡ് തന്നിട്ടുണ്ട്. വേണമെങ്കിൽ സ്പീഡ് ഒന്നാമത്തെ സ്പീഡ് എന്ന് പറയുന്നത്, അതിൽ ഫസ്റ്റ് ഹാഫിലുള്ള സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 20 km/h ആണ്. റൈറ്റ്. അതായത് ആദ്യത്തെ പകുതി അയാൾ 20 km/h, മണിക്കൂറിൽ 20 km വേഗത്തിൽ സഞ്ചരിക്കുന്നു. രണ്ടാമത്തെ പകുതി സഞ്ചരിച്ച എത്രയാണ്? 24 km/h വേഗത്തിലാണ് രണ്ടാമത്തെ പകുതി സഞ്ചരിച്ചത്. റൈറ്റ്. അപ്പോൾ 2 സ്പീഡുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്? കിലോമീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ എത്ര ദൂരം സഞ്ചരിച്ചതെന്ന് കണ്ടുപിടിക്കാനുള്ളത്. റൈറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ടൈം അറിയാം. നമുക്കറിയാം സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം. ഇതിലേതെങ്കിലും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ കണ്ടുപിടിക്കാം. റൈറ്റ്. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്കിവിടെ ടൈം അറിയാം, 11 മണിക്കൂർ എന്നറിയാം. പക്ഷേ സ്പീഡ് 2 സ്പീഡാണ് വന്നിട്ടുള്ളത്. റൈറ്റ്. പകുതി ദൂരം സഞ്ചരിച്ച, ആദ്യ പകുതി സഞ്ചരിച്ച ദൂരവും സ്പീഡും രണ്ടാമത്തെ പകുതി സഞ്ചരിച്ച സ്പീഡുമാണ് തന്നിട്ടുള്ളത്. റൈറ്റ്. അപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്ന ഫോർമുല നമുക്കറിയാമല്ലോ. ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? 2 × S1 × S2 ഡിവൈഡ് ബൈ S1 + S2. റൈറ്റ്. നമുക്കറിയാമെന്നുള്ള ആണ്. അപ്പം ഇവിടെ ചെയ്യുമ്പോൾ 2 × ആദ്യ പകുതിയിൽ 20, 2 24. റൈറ്റ്. അടുത്ത് 20 + 24. റൈറ്റ്. നമുക്കെന്നെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നമുക്ക് 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 6 × 4 = 24. അപ്പോൾ പ്ലസ് ആയതുകൊണ്ട് 2 ഇടവും ക്യാൻസൽ ചെയ്യണം. 5 × 4 = 20. റൈറ്റ്. ഇവിടെ 24 ക്യാൻസൽ ചെയ്യുമ്പോൾ എത്രയാണ്? 6 × 4 = 24. ഇത് ബാക്കി റിമൈനിങ് ഉള്ള എത്രയാണ്? താഴെ 11 ഉണ്ട്. മുകളിൽ എന്താണ്? 20 × 2 40. 6 × 4 24. 24 240. റൈറ്റ്. അപ്പോൾ നമുക്കെന്താണ് സ്പീഡെന്ന് പറയുന്നത്? എന്തെന്ന് കിട്ടി? 240/11 km/h എന്ന് കിട്ടി. അപ്പോൾ നമുക്കിപ്പോൾ എന്താ അറിയാം? സ്പീഡ് അറിയാം, ടൈമും അറിയാം. നമുക്ക് എന്താണ് പഠിക്കുക? ഡിസ്റ്റൻസ്. നമുക്കറിയാം സ്പീഡിൻ്റെ ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. റൈറ്റ്. അപ്പോൾ ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം. റൈറ്റ്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് നമുക്ക് പറഞ്ഞു സ്പീഡ് ഇൻറ്റു ടൈമാണല്ലേ. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടിയത്? 240 ഡിവൈഡ് ബൈ 11. ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11. റൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 11 11 ക്യാൻസൽ. റിമൈനിങ് എത്രയാണ്? 240. റൈറ്റ്. 240 കിലോമീറ്ററാണ്. റൈറ്റ്. 240 കിലോമീറ്റർ. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 240 വരുന്നത് ഓപ്ഷൻ ഡി ആണ്. റൈറ്റ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കിവിടെ ടൈം തന്നിരുന്നു. കൂടാതെ ആദ്യ പകുതി എഡ്വിൻ സഞ്ചരിച്ച സ്പീഡ് എന്ന് പറയുന്നത് 20 km/h. രണ്ടാമത്തെ പകുതി 24 km/h. നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണ്?
ഈ ഡിസ്റ്റൻസ് എന്ന സെയിം ആണ്, അതായത് ആദ്യ പകുതി എന്ന എടുത്ത് പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ പകുതി. അങ്ങനെയെങ്കിൽ മാത്രമേ ഡിസ്റ്റൻസ് സെയിം ആയാൽ മാത്രമേ നമുക്ക് ആവറേജ് സ്പീഡ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ, റൈറ്റ്? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ആദ്യ പകുതി അവർ 20 km/hറിലും രണ്ടാം പകുതി 24 km/h വേഗത്തിലാണ് സഞ്ചരിച്ചത്. എങ്കിൽ എന്താണ് കിലോമീറ്റർ ദൂരമാണ് കണ്ടുപിടിക്കാനുള്ളത്, റൈറ്റ്? അപ്പോൾ ടൈം തന്നിരുന്നു, സ്പീഡ് തന്നിരുന്നു, രണ്ട് സ്പീഡ് തന്നിരുന്നു. അപ്പോൾ നമ്മൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ 2ab/a+b എന്ന ഫോർമുല ഉപയോഗിച്ചു. അപ്പോൾ അതിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചു. അടുത്തെന്ത് ചെയ്തു? നമുക്കടുത്ത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഡിസ്റ്റൻസിൻ്റെ ഫോർമുലയാണ് സ്പീഡ് ഇൻറ്റു ടൈം, റൈറ്റ്? അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ എന്താണ്? 240 / 11. ടൈം എന്ന് പറയുന്നത് 11 അപ്പോൾ ഇൻറ്റു 11, 11 ക്യാൻസലായി. റിമൈൻ വരുന്നത് 240 കിലോമീറ്ററാണ്. 240 കിലോമീറ്ററാണ് ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3x - y = 2187 3x + y = 243 ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം എത്ര? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി -1, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 7, റൈറ്റ്? അപ്പോൾ പവറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യൊരു വാല്യൂ തന്നിട്ടുണ്ട് 3x - y. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2187 ആണ്. രണ്ടാമത് 3x + y. ആദ്യം തന്നത് x - y ആണ്, രണ്ടാമത് x + y ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 3x + y എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ 243 ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, റൈറ്റ്? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ പവറുകൾ നോക്കുമ്പോൾ നമുക്കെന്ത് മനസ്സിലാവും? x - yയും x + y ആണ്, റൈറ്റ്? നമുക്കൊന്ന് എഴുതി നോക്കാം വാല്യൂ. അപ്പോൾ ആദ്യം നടന്നിട്ടുള്ളത് 3x - y എത്രയാണ്? 2187, റൈറ്റ്? അടുത്ത് നടന്നിട്ടുള്ളത് 3x + y അതെത്രയാണ്? 243 ആണ്, റൈറ്റ്? അപ്പോൾ ഈ രണ്ട് വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഫസ്റ്റ് ടേമിൻ്റെ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്, റൈറ്റ്? അപ്പോൾ ഇത് രണ്ട് നമ്മളത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന്, ഇവയെ തമ്മിൽ ഭാഗിക്കുക, ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗുണിക്കുക, റൈറ്റ്? അപ്പോൾ നമുക്കിവിടെ ഗുണിക്കുന്ന മെത്തേഡ് യൂസ് ചെയ്യാം, റൈറ്റ്? അപ്പോൾ നമ്മളിവിടെ ആദ്യം നോക്കാനുള്ളത് ഏതെങ്കിലും ഒരു ടേം ക്യാൻസലായി പോകണം, റൈറ്റ്? ഒന്നുകിൽ എസ് ക്യാൻസലായി പോയിട്ട് ഒയുടെ വാല്യൂ കണ്ടുപിടിച്ച് അതിൽ നിന്ന് എക്സ് കണ്ടെത്തുക, റൈറ്റ്? അല്ലെങ്കിൽ നമുക്ക് ഒയ് ക്യാൻസൽ ചെയ്ത് കളയുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യുക, എന്നിട്ട് എക്സിനെ വാല്യൂ കണ്ടുപിടിക്കുക, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ രണ്ട് മെത്തേഡാണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഡയറക്റ്റ് എക്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യുമ്പോൾ x - yയും x + y ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഗുണിക്കുക. ഗുണിക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ ഈ രണ്ട് ടേമുകൾ ഗുണിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് കിട്ടും? 3x - y × 3x + y. അതാണ് ലെഫ്റ്റ് സൈഡ് വരുന്നത്. റൈറ്റ് സൈഡ് എന്ത് വരും? 2187 × 243, റൈറ്റ്? അപ്പോൾ നമുക്കറിയാം എന്താണ് ഇവിടെ എങ്ങനെ നടക്കുന്നത്. a⁻m × a⁻n അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. a⁻m × a⁻n എന്തെങ്കിലും എഴുതാം. a⁻m + n എന്ന് എഴുതാമല്ലോ. a⁻m × a⁻n എന്ന് പറയുന്നത് a⁻m + n എന്നാണ്, റൈറ്റ്? അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 3 എമ്മിൻ്റെ പ്ലേസ് എന്താണ് നടക്കുന്നത്? x - y പ്ലസ് എന്നിൻ്റെ ടേമാണ്. എൻ്റെ ടേം എന്താണ്? x + y പ്ലസ് x + y, റൈറ്റ്? അപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഈക്വൽ ടു ഇവിടെ എന്താ റൈറ്റ് സൈഡ് എന്താണ്? 2187 × 243, റൈറ്റ്? പിന്നെ സിംപ്ലിഫൈ എങ്ങനെ വരും? -y + y ക്യാൻസലായി പോകും, റൈറ്റ്? അപ്പോൾ റിമൈനിങ് വരുന്നത് എക്സും എക്സും ഉണ്ട്. അപ്പോൾ 2x ആവും. അപ്പോൾ 3/2x ഈക്വൽ ടു ഇത് തന്നെയാണ്. നമുക്കിത് എപ്പോഴും എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും വേണമെങ്കിൽ എഴുതാം. 2187 × 243, റൈറ്റ്? ഇതിനെ നമുക്കിങ്ങനെ എഴുതാം. ഒന്നുകൂടെ നോക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്കിങ്ങനെ 9th ടേമിലാക്കാമല്ലോ. എങ്ങനെയാക്കാം?
അപ്പോൾ ഇതിനെ ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് എ പവർ എം ദ ഹോൾ പവർ എന്നിനെ എങ്ങനെ എഴുതാം? എ പവർ എം ഇൻറ്റു എൻ, റൈറ്റ്? എ പവർ എം ദ ഹോൾ പവർ എൻ എന്ന് പറയുന്നത് എ പവർ എം ഇൻറ്റു എൻ ആണ്, റൈറ്റ്? അപ്പോൾ ഇതിനെ തിരിച്ചു എഴുതാമല്ലോ. അതായത് എ പവർ എം ഇൻറ്റു എൻ എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, എം ദ ഹോൾ പവർ എൻ എന്ന് എഴുതാമല്ലോ. അപ്പോൾ അതുപോലെ എഴുതുമ്പോൾ 3 സ്ക്വയർ ദ ഹോൾ പവർ എക്സ് എന്ന് എഴുതാമല്ലോ. 2187 243, റൈറ്റ്? അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 പവർ എക്സ് ആണ്, റൈറ്റ്? നമുക്ക് ഇത്രയും സ്റ്റെപ്പൊന്നും എഴുതേണ്ട ആവശ്യമില്ല, 2 സ്റ്റെപ്പ് മതി. ഇവിടെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്രയും സ്റ്റെപ്പ് എഴുതുന്നത്. അപ്പം 9 പവർ എക്സ് എന്ന് കിട്ടി. അപ്പം നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇതിനെ 9ൻ്റെ പവറിലാക്കണം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാമല്ലോ, ഘടകങ്ങളാക്കുന്ന അറിയാമല്ലോ. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രീവിയസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. എന്നാലും ഒന്നുകൂടെ എഴുതാം. 2187 243 243. അപ്പം ചെയ്യുമ്പോൾ 9 കൊണ്ടാണ്, റൈറ്റ്? 9 കൊണ്ട് ചെയ്യുമ്പോൾ 21ൽ 9 2 പ്രാവശ്യം 18, റിമൈനിങ് ഉള്ളത് 3 3 8 38 ആകുമ്പോൾ 4 36 4 36, റിമൈനിങ് 2, അപ്പോൾ 2 7 27 3 9 27, റൈറ്റ്? ഇതങ്ങനെ കിടക്കട്ടെ. അടുത്ത് 243 ചെയ്യുമ്പോൾ 9 9 2 18 3 9 2 18 ആണ്, റൈറ്റ്? 2 9 18, റിമൈനിങ് വരുന്ന 6 63 7 9 63, റൈറ്റ്? 7 9 63. അടുത്ത് ഇതിനെ അടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 27 9 എത്ര പ്രാവശ്യമാണ്? 3 9 27. അപ്പോൾ ഇവിടെ റിമൈൻ ചെയ്യുന്ന 3 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത നമ്പർ നോക്കാം. 243. ഈ 243 സിംപ്ലിഫൈ അറിയാം. നമുക്ക് ഇവിടെ 243 9 കൊണ്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി? 27 കിട്ടിയല്ലേ? അടുത്ത് ഒന്നുകൂടി ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഇവിടെ നമ്മൾ ചെയ്തതാണ്, റിമൈൻ ചെയ്യണം, 3 കിട്ടിയല്ലേ? 3. അപ്പോൾ ഈ 3 കൂടെ നമുക്ക് താഴെ ഇറക്കാം. 3 × 3 9, അതേ 9ൽ 1 പ്രാവശ്യം, റൈറ്റ്? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നോക്കുമ്പോൾ 1 2 3 4 5 6, അതായത് 9th പവർ 6, റൈറ്റ്? അപ്പോൾ ഇത് അറിഞ്ഞൂടാത്തവർ പ്രീവിയസ് വീഡിയോസ് കാണുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. ഞാനെന്നാൽ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നത് കറക്റ്റായിട്ട്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുമ്പോൾ എന്താണ്? അപ്പം 2187 × 243 അതിൻ്റെ നമുക്ക് പവറിൽ എഴുതാം. അപ്പോൾ 9ൻ്റെ പവറിൽ എഴുതുമ്പോൾ എന്ത് എഴുതാം? 9th പവർ 6 എന്ന് എഴുതാം, റൈറ്റ്? അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഈ വാല്യൂ സെയിം ആണ്, 9 ആണ്, റൈറ്റ്? അതിൻ്റെ പവർ എന്താണ്? ഇവിടെ എക്സ്, ഇവിടെ ആർ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ എക്സ് എന്ന് പറയുന്നത് ആറിന് ഈക്വലാണ്. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്, റൈറ്റ്? നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ആണ് ആൻസർ. അപ്പോൾ ഒന്നുകൂടെ പറയാം. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ 2 വാല്യൂ തന്നിരുന്നു. അതായത് 3 പവർ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 2187, 3 പവർ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 243. അത് ആൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്, റൈറ്റ്? അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മൾട്ടിപ്ലൈ ചെയ്തു, റൈറ്റ്? അപ്പോൾ ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 പവർ എക്സ് മൈനസ് വൈ ഇൻറ്റു 3 പവർ എക്സ് പ്ലസ് വൈ എന്ന് വരും, റൈറ്റ്? അപ്പോൾ നമുക്കറിയാം എ പവർ എം ഇൻറ്റു എ പവർ എൻ എന്ന് പറയുന്നത് എ പവർ എം പ്ലസ് എൻ എന്നറിയാം. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? 3 പവർ 2x എന്ന് വരും. 3 പവർ 2x എന്ന് വരും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഈ 3 കൊണ്ട് ഇതേപോലെ നമ്മൾ പവർ 3യുടെ പവർ കണ്ടുപിടിക്കാം. പക്ഷേ അത് വലിയ നമ്മൾ നീണ്ടുപോകും. നമുക്കിപ്പോൾ 9 വെച്ച് ചെയ്തപ്പോൾ തന്നെ നമുക്ക് 6 സ്റ്റെപ്പ് വന്നു. അപ്പോൾ നമുക്കറിയാം 3 വെച്ച് ചെയ്താൽ അതിൻ്റെ 3 ഇരട്ടിയൊക്കെ ആവും. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തു? 3 പവർ 2 എന്നുള്ളതിനെ 9 ഇട്ട് എടുത്തു. അപ്പോൾ 9th പവർ എക്സ്. അപ്പം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ എണ്ണം കുറയും. നമ്മളിപ്പോൾ ഇതിൻ്റെ റൂട്ട് പവർ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പിൻ്റെ എണ്ണം കുറയും. അതിന് വേണ്ടിയാണ് 3 പവർ സ്ക്വയർ ഞാൻ ആദ്യം എടുത്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്തത്. അപ്പോൾ 3 പവർ സ്ക്വയർ എന്നുള്ളത് എത്ര വന്നു? 9 എന്ന് വരും. 9th പവർ എക്സ് എന്ന് വരും, റൈറ്റ്? അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ എന്തായാലും കറസ്പോണ്ടിങ് വാല്യൂവിന് വരും. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അതിനെ 9th വെച്ച് ചെയ്തു. 9th ചെയ്തപ്പോൾ എത്തി കിട്ടി? ആ വാല്യൂ 2187 × 243 എന്ന് പറയുന്നത് 9th പവർ 6 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യാം? 2187 × 243 മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ആൻസർ കിട്ടിയതിന് ശേഷം ചെയ്യാം. പക്ഷേ അത് വലിയൊരു നമ്പർ വരും. അത് പിന്നെ സമയം നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ 2 നമ്പറായിട്ട് ഇട്ടിട്ട് ഇവിടെ സിംപ്ലിഫൈ ചെയ്തത്, റൈറ്റ്? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9th പവർ 6 എന്ന് കിട്ടി. അതായത് x = 6, റൈറ്റ്? ഇത്
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് താഴെ നിൽക്കുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.